എന്താണ് ഇലക്ട്രൽ ബോണ്ട്? This program sponsored by CK Gold and Diamonds. തിരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം കേട്ടുവരുന്ന ഒരു പേര് ഇലക്ട്രൽ ബോണ്ട്. എന്താണ് ശരിക്കും ഇലക്ട്രൽ ബോണ്ടുകൾ? ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കോർപ്പറേറ്റുകൾ പോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നും സംഭാവന നൽകുന്ന ഏറ്റവും നിയമപരമായ ഒരു വസ്തുതയാണ് ഇലക്ട്രൽ ബോണ്ട്. എന്തിനാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഫണ്ടും ഡൊണേഷനും ഒക്കെ കിട്ടുന്നതെന്ന് നമുക്കറിയാം. നമ്മുടെ രാജ്യത്ത് ഇലക്ഷൻ എന്ന് പറയുന്നത് വലിയൊരു മുഖം തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനവിധി നേരിടുന്ന രാജ്യം ആയതുകൊണ്ട് തന്നെ ഓരോ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് ഇലക്ഷൻ ഏറ്റവും വലിയ കടമ്പ തന്നെയാണ്. ഈ ഇലക്ഷന് പങ്കെടുക്കണമെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കണമെങ്കിലും ഇലക്ഷനിൽ ജയിക്കണമെങ്കിലും പണം അതൊരു മുഖ്യ ഘടകം തന്നെയാണ്. ഈ ഒരു ഫണ്ടിങ് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് 2017 കേന്ദ്ര ബജറ്റിന്റെ ഭാഗമായിട്ട് ഇലക്ട്രൽ ബോണ്ട് തുടങ്ങിയത്. ഇനി ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് കൂടുതൽ അറിയാം. SBIയുടെ ശാഖകൾ വഴിയാണ് ബോണ്ടുകൾ നിലവിൽ വരുന്നത്. അതായത് 1000, 10000, ലക്ഷം, 10 ലക്ഷം, കോടി തുടങ്ങിയ രൂപകളുടെ ബോണ്ടുകൾ ബാങ്കിൽ നിന്ന് പണമടച്ച ഈ കോർപ്പറേറ്റുകൾക്ക് വാങ്ങാം. ഏറ്റവും ഒടുവിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ 1% വോട്ടെങ്കിലും ലഭിച്ചിട്ടുള്ള ഏത് രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ പണം സ്വീകരിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിയമപരമായി രജിസ്റ്റർ ചെയ്ത രാഷ്ട്രീയ പാർട്ടി കൂടെ ആയിരിക്കണം അത്. രജിസ്റ്റർ ചെയ്ത ഒരു അക്കൗണ്ട് വഴി മാത്രമേ പണം സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ എന്നതും മറ്റൊരു നിബന്ധനയാണ്. പണം നൽകുന്ന ആളുടെ വിവരങ്ങളോ മറ്റു കാര്യങ്ങളോ പുറത്തുവിടില്ല എന്നത് തന്നെയാണ് ഇലക്ട്രൽ ബോണ്ടിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒന്ന്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കു പ്രകാരം BJPയും തൃണമൂൽ കോൺഗ്രസും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ആദ്യത്തെ 3 സ്ഥാനങ്ങൾ പിടിച്ചടക്കി. 2017-18 കാലം മുതൽ 2023 സെപ്റ്റംബർ 30 വരെ BJPക്ക് ലഭിച്ചത് 6984 കോടിയാണ്. തൃണമൂൽ കോൺഗ്രസിന് 1396 കോടിയും കോൺഗ്രസിന് 1334 കോടിയുമാണ് ലഭിച്ചത്. നിയമപ്രകാരം ദാതാക്കളുടെ വിവരം നൽകേണ്ട കാര്യമില്ലെന്ന് BJP കമ്മീഷനെ അറിയിക്കുകയാണ് ചെയ്തത്. തൃണമൂൽ കോൺഗ്രസ് ദാതാക്കളെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലെങ്കിലും കോൺഗ്രസ് ട്രഷറർ അജയ് മക്കാൻ ഈ വിവരം SBIയിൽ നിന്നും ലഭിക്കുമെന്ന് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടുമാറോ.